കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ ഒരു കുഞ്ഞൻ സബ്സ്ക്രൈബർ നമ്മളോട് നമുക്കൊരു വെജിറ്റബിൾ കട്ടർ ഉണ്ടാക്കാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ഇന്ന് നമുക്ക് ഈ ഒരു വെജിറ്റബിൾ കട്ടർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ വെജിറ്റബിൾ കട്ടർ ഉണ്ടാക്കി എടുക്കാനായിട്ട് ഞാൻ നമുക്കൊരു പ്ലാസ്റ്റിക്കിന്റെ ബോക്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കണക്ട് ചെയ്യാൻ ഇത് നമുക്കൊരു കുഞ്ഞൻ മിനി മോട്ടർ എടുത്തിട്ടുണ്ട്. ഇനി ഈ മിനി മോട്ടർ ബോക്സിലിട്ട് ഉറപ്പിച്ച് കൊടുക്കാനായിട്ട് ഞാൻ സോൾഡറിംഗ് ആണ് വെച്ച് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ മിനി മോട്ടർ നമുക്ക് ഈ ബോക്സിലിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മിനി മോട്ടറിനായിട്ട് സ്ക്രൂ വരുന്നുണ്ടായിരുന്നു. അത് ഉപയോഗിച്ച് ഞാൻ ബോക്സിലിട്ട് നല്ലതായിട്ട് ഇത് ഉറപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ക്രൂ ഇല്ലാത്ത ടൈപ്പ് മിനി മോട്ടർ ആണെങ്കിൽ നമുക്ക് ഇത് പശ വെച്ച് ഒട്ടിച്ചാലും മതി. ഇനി നമ്മുടെ മോട്ടറിന്റെ ഷാഫ്റ്റിലോട്ട് കണക്ട് ചെയ്യാനായിട്ട് ഞാൻ നമുക്ക് റൗണ്ട് ഷേപ്പിൽ തടി വെട്ടിയെടുത്തിട്ടുണ്ട്. മോട്ടറിന്റെ ഷാഫ്റ്റ് ഫിറ്റ് ചെയ്യുന്നതിന് അപ്പുറം ഞാൻ ചെറിയ 2 ഹോൾട്ട് എടുത്തിട്ടുണ്ട്. ഈ ഹോളിലോട്ട് ഞാൻ നമുക്ക് 10 രൂപയുടെ പേന കത്തിക്കകത്ത് വരുന്ന ബ്ലേഡ് ഇതുകൊണ്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലേഡ് ഷാഫ്റ്റിൽ ഒന്നുകൂടെ നല്ലതായിട്ട് പിടിച്ചിരിക്കാനായിട്ട് ഞാൻ ഇതുകൊണ്ട് പശയോട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മോട്ടറിന്റെ ഷാഫ്റ്റിലോട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ബ്ലേഡൂടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ബോക്സ് നമുക്ക് ഇതുകൊണ്ട് ഒരു ഹോൾട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലൂടെ നമ്മൾ വെജിറ്റബിൾ അകത്തോട്ട് ഇടുന്നത്. അപ്പോൾ ബ്ലേഡിന്റെ സെൻറ്റർ ഭാഗത്ത് ചെല്ലുന്ന രീതി വേണം ഈ ഹോൾട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഹോൾ അല്പം വലുതാക്കി എടുക്കാം. ഇനി ഇത് നമുക്ക് 2 ചെറിയ തടിയുടെ പീസ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഗ്ലൂ ഗണ്ണിൽ നിന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ബോക്സ് വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു സ്റ്റാൻഡായിട്ട് നിന്നോളും. ഇനി നമുക്ക് ഈ സ്റ്റാൻഡിൻ്റെ പുറത്തോട്ട് മോട്ടോർ പ്രവർത്തിക്കാൻ ആവശ്യമായ ബാറ്ററി ഒട്ടിച്ച് കൊടുക്കാം. ഇതിനുശേഷം നമുക്ക് ബാറ്ററിയുടെ നെഗറ്റീവ് വയറും മോട്ടറിൻ്റെ ഒരു വയറുമായിട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇൻസുലേഷനോട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു സ്വിച്ച് എടുത്തിട്ടുണ്ട്. ഈ സ്വിച്ച് നമുക്ക് ബാറ്ററിയുടെ പോസിറ്റീവ് ലൈനും അതുകൊണ്ട് മോട്ടറിൻ്റെ മറ്റു ലൈനിലുമായിട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് ഈ ഒരു സ്വിച്ച് നമുക്ക് പോയിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു ചെറിയ PVC പൈപ്പ് എടുത്തിട്ട് നമ്മൾ വെജിറ്റബിൾ കയറ്റിയിടാൻ ഉണ്ടാക്കിയ ഹോളിൻ്റെ തൊട്ട് ഈ PVC പൈപ്പ് ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കുഞ്ഞൻ വെജിറ്റബിൾ കട്ടറിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇത്ര ഉണ്ടാക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഏറ്റവും ലഘുവായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കി കാണിച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഹോളിൽ കൂടെയാണ് നമ്മൾ പച്ചക്കറി അകത്തോട്ട് കയറ്റി വിടുന്നത്. അപ്പോൾ ഈ ഒരു ഹോളിൽ കൂടെ കയറിപ്പോൾ അത്ര വലിപ്പമുള്ള പച്ചക്കറി ഇവിടെ കിടപ്പില്ല. അതിന് പകരം ഞാൻ കുറച്ച് ചേമ്പാന്നോ അതിൻ്റെ തണ്ടി ഞാൻ മുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് കയറ്റി വിടാം. മഞ്ചേരി കണ്ടില്ല, നല്ലതായിട്ട് കറങ്ങുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ചെറുക്ക് പച്ചക്കറി കയറ്റി വിടാം. അടിപൊളി ഗായ്സ്, അടിപൊളി. ഇനി നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാം. കണ്ടില്ലേ ഗായ്സ്, നല്ല സൂപ്പറായിട്ട് അരിഞ്ഞിട്ടേക്കുന്നേ. ഇതിന് തോരനോ മെഴുക്ക് പുരട്ടിക്കോ എന്തിനു വേണേൽ ഉപയോഗിക്കാം. കണ്ടില്ലേ, ഓരോന്നും ചെറിയ കനത്തിൽ ഇത് അരിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ഭാഗം ചതഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. അതങ്ങ് മണ്ടയ്ക്ക് തെറിച്ച് പോയി. ഇതിൻ്റെ ആ ഒരു നാല് ഭാഗമാണ് ചതഞ്ഞത്. ബാക്കിയെല്ലാം കണ്ട് ഇങ്ങനെ നോക്കിയേ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലൊരു വെജിറ്റബിൾ കട്ടർ ഉണ്ടാക്കാൻ പറ്റുന്നത്.